ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മത്തായി 16:24, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണം. അൽഫോൻസാമ പുണ്യവതി പറഞ്ഞെന്നറിയാവോ? സഹനമില്ലാത്ത ദിവസം നഷ്ട ദിവസം. അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞത് ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. സഹനമാണ് ലാഭം, നേട്ടം. യോഹന്നാൻ ക്രൂസ് പുണ്യവാൻ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചാണ്. അദ്ദേഹം 49-ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടക്കും പറഞ്ഞു, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രത്യേകം വല്ലതും പ്രാർത്ഥിക്കണോ? ഞങ്ങള് കുറെ കൂടെ സഹനം കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സാർത്ഥതയോട് മരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് സ്വർഗത്തിന് വേണ്ടി നിക്ഷേപം കൂട്ടാൻ വേണ്ടിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസോസ് 5:20 എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുക. എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ തകർച്ചകൾക്ക് വേണ്ടിയും നന്മകൾക്ക് വേണ്ടിയും ദൈവത്തെ സ്തുതിക്കുക. എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും നമ്മള്. അല്ലെങ്കിലോ അശുദ്ധാത്മാവായിരിക്കും നിറയുന്നത്. ദുഃഖം, പരാതി, ആവലാതി, സങ്കടം. അശുദ്ധാത്മാവ് നിറയും. അശുദ്ധാത്മാവ് കൂടുതൽ അശുദ്ധിയിലേക്ക് നമ്മെ നയിക്കും. 1 തെസ്സലോനിക്ക 5:16 പറഞ്ഞേ. 1 തെസ്സലോനിക്ക 5:16 എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇങ്ങനെ ഗൗരവം പിടിച്ചിരിക്കണ്ടെന്ന്. എല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവം മാറ്റുമെന്ന്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. റിജോയ്സ് ഓൾവേസ്. ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞാണ്, സത്യവചനമാ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:18 എന്ന് പറഞ്ഞേ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും തകർച്ചകളും ബലഹീനതകളും പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും നന്മകളും തിന്മകളും എല്ലാം ഇടകലർന്നു കാണും. അവയെ പ്രതി എല്ലാം എന്ത് ചെയ്യണം? എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഓരോ തിന്മയിൽ നിന്നും ദൈവം പുതിയ നന്മ ഉളവാക്കും. കുരിശു മരണത്തിൽ നിന്ന് ഉത്ഥാനം കൊണ്ടുവന്നു. ഇല്ലേ? കൊണ്ടുവന്നോ? കുരിശുമരണത്തിന് ശേഷം ഉയർപ്പ് കൊണ്ടുവന്നു. കുരിശുമരണം മാത്രമാണെങ്കിൽ മോശമായിരുന്നു. അതുകൊണ്ട് പിതാവ് ആർക്കെല്ലാം കുരിശുമരണം കൊടുക്കുന്നുവോ, തകർച്ച കൊടുക്കുന്നുവോ, സഹനം കൊടുക്കുന്നുവോ അവർക്കെല്ലാം ഒരു ഉയർപ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ ദാനം, പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹ നിറവ് തരാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവ മനുഷ്യന്റെ സ്നേഹഗീത എന്ന 15,000 പേജുള്ള ഒരു ദർശന പുസ്തകമുണ്ട്. ഈ 100 കൊല്ലത്തിനകം എഴുതപ്പെട്ടതാണ്. അത് മരിയ വോൾത്തോർത്ത എന്ന ഒരു സ്ത്രീ, ഒരു ഭ്രാന്തൻ തലയ്ക്കടിച്ച് മരണം വരെ തളർവാദ രോഗിയായി കിടന്ന കിടപ്പിൽ ദർശനത്തില് മാതാവിന്റെ ജനനം തൊട്ട് ഈശോയുടെ അവസാനം വരെയുള്ളത് കണ്ട് ദർശനത്തിൽ കണ്ടത് ഒരു തന്റെ കാലിൽ ഒരു പലക വെച്ച് ആ കണ്ടത് എഴുതി വെച്ചതാണ് 15,000 പേജുള്ള പുസ്തകം, ദൈവമനുഷ്യന്റെ സ്നേഹഗീത. അത് വായിച്ചു തീർക്കാൻ തന്നെ പാടായതുകൊണ്ട് കർത്താവ് ഫ്ലോറിഡയിൽ ഒരു ലീല എന്ന സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അത് 800 പേജാക്കി ചുരുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡിവൈനിൽ കൊണ്ടുവന്ന് അടിച്ചു. ഇപ്പൊ ശാലോങ്കാരാണ് അത് വിതരണം ചെയ്തത്, ദൈവമനുഷ്യന്റെ സ്നേഹഗീത. ആ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ ഒരു ഒരു സങ്കടം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. യേശുവിനെ കുറിച്ച് പഴയ നിയമത്തില് പല പ്രവചനങ്ങളുണ്ട്. അതിൽ ഒന്ന് യേശുവിനെ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നുണ്ട്. അപ്പൊ യാക്കോബ് പറയാണ്, യാക്കോബ് ഈശോയുടെ കസിൻ
ബ്രദേഴ്സിൽപ്പെട്ട 2 പേരുണ്ടായിരുന്നു, കസിൻസ്. അപ്പോൾ യാക്കോബ് പറയാണ്, യേശുവിനെ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ യേശു ഒരു കഠിന രാത്രിയിലൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ. നല്ല പ്രഭാതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. യാക്കോബിന്റെ കമന്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. യേശുവിനെ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുമ്പോൾ കടുത്ത യാതനയുടെ ഒരു രാത്രിയിലൂടെ യേശുവിന് കടന്നു പോകേണ്ടി വരുമല്ലോ. യാക്കോബ് ഒരു അഭിപ്രായം പറയുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ജീവിതത്തില് കഠിന യാതനയും എല്ലാ തരത്തിലുള്ള സഹനവും ഉണ്ടാകും. പക്ഷെ അപ്പുറത്ത് ഒരു പ്രഭാത വെളിച്ചം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരൻ മൂന്നാറില് അവർക്ക് കൃഷിത്തോട്ടമുണ്ട്. അവിടെ വെച്ച് കാട്ടുപോത്തിൻ കൂട്ടത്തിനിടയിൽപ്പെട്ടു വണ്ടി മുമ്പിലും പുറകിലും. അവരങ്ങനെ മാറിക്കൊടുക്കുന്നില്ല. അവരകത്തിരുന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. വലിയ കാട്ടുപോത്തുകളാ. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ ചില്ല് മാറ്റി എൻ്റെ തല പുറത്തോട്ടിട്ടിട്ട് ഞാൻ അവരോട് സംസാരിച്ചു. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരല്ല ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ ഒരു വഴി തന്നാൽ മതി. ഒരു പയ്യെ പുറകോട്ട് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ തൂങ്ങി മരിച്ചുയർക്കുമ്പോൾ മനുഷ്യരെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും രമ്യപ്പെടുത്തി എന്ന് കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:20 നാം വായിക്കുന്നു. സകല സൃഷ്ടിജാലങ്ങളും നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ നേരെ ചൊവ്വയാ പോകുന്നെങ്കിൽ, കൽപ്പന ലംഘിക്കാതെ കൽപ്പന അനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരു ഈച്ച പറന്ന് ആ ആൾത്താരിയുടെ ചുറ്റും വരും. ചിലപ്പോൾ തിരുവോസ്തിയേൽ വരെ വന്നിരിക്കുമ്പം ആദ്യകാലത്തൊരു പേടിയുണ്ടായിരുന്നു. അയ്യോ, മനുഷ്യരെല്ലാം കണ്ട എന്നാ വിചാരിക്കും. എന്താണ് അത്? തെറ്റായിട്ട് പിന്നീട് മനസ്സിലായി, ഇവയെല്ലാം ദൈവം രമ്യപ്പെടുത്തിയതാണ്. അവയൊന്നും നമ്മുടെ ശത്രുക്കളല്ല. സകല പ്രപഞ്ചത്തെയും മനുഷ്യനാണ് പാപം ചെയ്തത് മനുഷ്യനാണ്. അന്നേരമാണ് ഈ മൃഗങ്ങളും എല്ലാം നമുക്ക് എതിരായി തീർന്നത്, ദൈവകൽപ്പന ലംഘിക്കുന്നത് കൊണ്ട്. നമ്മള് ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ വന്യമൃഗങ്ങളും വിഷജീവികളും നമ്മുടെ മുമ്പിൽ തലവണങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ നമ്മെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെലിവിഷൻ ഇന്റർവ്യൂ നടക്കുന്ന അവസരത്തില് ഒരു ഈച്ച പലപ്പോഴും എൻ്റെ അടുത്തൂടെ വന്ന് പറന്നു പോകുമ്പോ ആ ടെലിവിഷൻ ഇന്റർവ്യൂ നടത്തുന്നവര് ചിലർ പറഞ്ഞു, അച്ഛാ ഇത് പതിവായിട്ട് വരുന്ന ഈച്ചയാകട്ടോ, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ അതിനെ ഓടിച്ച് കാണിച്ചു തരാം. ലൂക്കാ 10:9. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നുവെന്ന് ലൂക്കാ 10:19 പറഞ്ഞ ആ വചനം പറഞ്ഞ് കൊതുകിനെയും എല്ലാ വിഷജീവികളെയും ഉപദ്രവം ചെയ്യാതെ അകന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വചനം 3 പ്രാവശ്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആ ഈച്ച പോകുമെന്ന്. ഒരു ഈച്ച പോയില്ല, വീണ്ടും അവിടെ കറങ്ങുകയാണ്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, ഫ്രാൻസിസ് അസീസ് പ്രസംഗിച്ചപ്പോ ചെന്നായി വന്ന് പ്രസംഗം കേട്ടു. കടൽ തീരത്തി എന്ന് പ്രസംഗിച്ചപ്പോൾ മീൻ തലപൊക്കി വന്ന് പ്രസംഗം കേട്ടു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്രയും ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈച്ച പറന്നുപോയി. അതിന്റെ വ്യാഖ്യാനം അത് തന്നെയാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്തത് മനുഷ്യരാണ്. പാപം വെറുത്തുപേക്ഷിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാപമാണ്. പാപത്തിലൂടെ നുഴഞ്ഞു കയറുന്ന സാത്താനും. മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ലോകത്തിൽ 2 വ്യക്തികളുടെ മേൽ സാത്താൻ അധികാരമില്ല. ഒന്ന് യേശുവും മറ്റേത് മറിയവും. കാരണം 2 പേർക്കും പാപമില്ല. പാപമുള്ളിടത്തെ സാത്താൻ അധികാരമുള്ളൂ. ഈയിടെ ഷാർജയിൽ നിന്ന് വന്ന ഒരു ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞു, ഇതാണ് അവരൊരിക്കല് വളരെ രഹസ്യമായിട്ട് പൊതിഞ്ഞു കെട്ടി ഒരു മാതാവിന്റെ സ്റ്റാച്ചു കൊണ്ടുപോവുകയാണ്. ആ ഷാർജ എയർപോർട്ടിൽ വെച്ച് അത് അഴിക്കണമെന്ന് പറഞ്ഞു. അവരഴിച്ചു കഴിഞ്ഞപ്പോ മനോഹരമായ മാതാവിന്റെ പ്രതിമ എയർപോർട്ട് ഓഫീസർ മറ്റെല്ലാവരെയും വിളിച്ച് വന്ന് കാണാൻ പറഞ്ഞു. എല്ലാവരും വന്ന് തല വണങ്ങി ബഹുമാനിച്ചിട്ട്, അവർക്ക് മാതാവിനോട് ഭക്തിയാ. ഖുറാനിൽ 2 അധ്യായം മാതാവിനെ കുറിച്ചുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും തല വണങ്ങി ബഹുമാനിച്ചിട്ട്
അത് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാവിനോടുള്ള ഭക്തി കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും കിട്ടേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണത്. പരിശുദ്ധ അമ്മ മെക്സിക്കോയിലെ, വടക്കേ അമേരിക്കയുടെ അടുത്തുള്ള ഒരു വലിയ രാജ്യം ഗ്യാദലൂപ്പയില് 1533 പ്രത്യക്ഷപ്പെട്ടു. ഒരു ഗ്രാമീണ കൃഷിവലന്. ആ സ്ഥലത്ത് 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസിലിക്ക ഉണ്ട്. ഞങ്ങൾ ആ പ്രദേശത്ത് 3 കൊല്ലങ്ങൾ അടുപ്പിച്ച് ധ്യാനിപ്പിക്കാൻ പോയിട്ടുമുണ്ട്. 4ാമത് ഒന്നുകൂടെ പോയി ധ്യാനിപ്പിക്കാൻ. അല്ലാതെ പ്രവചന പ്രകാരം എന്ന് പറഞ്ഞാൽ കർത്താവ് നിർബന്ധിക്കാൻ തുടങ്ങി, നിങ്ങൾ ഒന്നുകൂടെ പോകണം, ആരും നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിലും പോകണം. പല പ്രാവശ്യം ആവർത്തിച്ച് പ്രവചനം വന്നപ്പോൾ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ 3 പേര് കൂടെ. ഇപ്പം നേരത്തെ ധ്യാനം ഒരുക്കിയ ഒരു മലയാളിയുണ്ട്. മലയാളിയെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു. മലയാളി പറഞ്ഞു, നിങ്ങളുടെ സകല ചെലവും ഞങ്ങൾ വഹിച്ചോളാം, ഇനി പോന്നാൽ മതി, ഹോട്ടൽ ബുക്ക് ചെയ്തോളാം, നിങ്ങൾ കൊണ്ടുപോകേണ്ട സ്ഥലത്തെല്ലാം കൊണ്ടുപോയിക്കോളാം. അവിടെ ഇംഗ്ലീഷ് അറിയാവുന്നൊരു ചുരുക്കുക, സ്പാനിഷ് ഭാഷ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ബുക്ക് സ്റ്റാളിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ചു, ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും പുസ്തകമുണ്ടോ? അവർ പറഞ്ഞു, ഒരേ ഒരു പുസ്തകമുള്ളൂ, ബാക്കിയെല്ലാം സ്പാനിഷ് പുസ്തകങ്ങളാണ്. അതിന്റെ 3 കോപ്പി തരണം ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട്. 3 കോപ്പി മേടിച്ചു. ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലിൽ ചെന്ന് വായിക്കാൻ തുടങ്ങി. 10-30 പേജ് വായിച്ചപ്പോ ഒരു വലിയ രഹസ്യം കണ്ടുപിടിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ 5 കൊല്ലങ്ങൾക്കുള്ളിൽ 80 ലക്ഷം വിജാതീയർ മാമോദീസ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്താണ്? മാതാവിന്റെ പ്രത്യക്ഷീകരണം പ്രമാണിച്ച് പിതാവായ ദൈവം 80 ലക്ഷം പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക. ദൈവമാതൃഭക്തി, ജപമാല ഭക്തി, നന്മ നിറഞ്ഞ മറിയമേയും നമസ്കാരം ചെല്ലുക, ഇതൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം വർഷിക്കപ്പെടും എന്ന് ദൈവം തിരുമനസ്സായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെ തിരിച്ചറിയാം? 1, അനുഭവത്തിലും തിരിച്ചറിയാം. 2, ലൂക്ക 1:41-43. ലൂക്ക 1:41-43. കന്യകാമറിയം യേശുവിനെ ഗർഭം ധരിച്ച ശേഷം എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഒന്ന് കൈയടിച്ചേ. മരിയ ഭക്തി കൊണ്ട് എന്താണ് നമുക്കും മറ്റുള്ളവർക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകം വഴി എന്താണ് നമുക്ക് ലഭിക്കുന്നത്? യേശു സാധാരണ ഒരു വ്യക്തിയല്ല. He is Almighty God. അവിടുന്ന് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവമാണ് യേശു. യേശു ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം, അവസാനത്തെ വാചകം, മത്തായി 28:20. ഇതാ, ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കും, എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും. ഇതാ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മരിച്ചുയർത്ത കർത്താവ് അരൂപിയാണ്. നിങ്ങൾ പറന്നു പറന്ന് ആകാശത്തിന്റെ മണ്ടയിൽ എത്തിച്ചേർന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. പൈലറ്റിന്റെ കഴിവ് കൊണ്ടല്ല നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. 40,000 മൈൽ അടി മുകളിലൂടെ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ 14-15 മണിക്കൂർ പ്ലെയിനിൽ ഇരിക്കണം. അതിന്റെ ഇടയ്ക്ക് ആകാശവിധാനങ്ങളിൽ കൊടുങ്കാറ്റുകളൊക്കെ വീശും. പ്രൈസ് ദി ലോർഡ്. വിമാനം കിടന്ന് താഴോട്ട് പോകുന്ന മട്ടിൽ കുലുങ്ങും. പക്ഷെ അവിടെയെല്ലാം കർത്താവ് കൂടെയുണ്ട്. പറന്ന് പറന്ന് നിങ്ങൾ ആകാശത്തിന്റെ മണ്ടയിൽ ചെന്നാൽ ഞാൻ അവിടെയുണ്ട്, കടലിന്റെ ആഴത്തിൽ ചെന്നാൽ ഞാൻ അവിടെയുമുണ്ട്.
മരിച്ചുയർത്ത കർത്താവ് സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ദൈവമാണ്. ഇത് വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഒരു കൈയെ പൊക്കിയിട്ടുള്ളൂ, രക്ഷപ്പെടാൻ വഴിയുണ്ട് നിങ്ങൾക്ക്. രണ്ട് കൈയും പൊക്കുന്നതാണ് നല്ലത്. Praise the Lord. Praise the Lord. Hallelujah. 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 സുഖലോലുപത. എനിക്ക് സൂഹിക്കണം. ജടിക സുഖമുണ്ട്, തീറ്റ സുഖമുണ്ട്, 4 പേരുടെ മുമ്പിൽ വലിയ ആളാകണം. ഇങ്ങനെയുള്ള ചിന്തയിൽ കഴിയുമ്പോൾ സുബോധം നഷ്ടപ്പെടും, അപകടവും കെണിയും പതിയിരിക്കും. പെട്ടെന്ന് സാത്താൻ കണികൾ ഒരുക്കി നമ്മളെ അപകടത്തിലോ പാപത്തിലോ വീഴിക്കും. അപ്പൊ സുഖലോലുപത, മദ്യാസക്തി വഴി മനസ്സ് ദുർബലമാകും. ഒരു നിമിഷം മതി ഒരു വണ്ടി അപകടം ഉണ്ടാകാനും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും മാനസിക രോഗമായി മാറാനും. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പിന്മാറണം. ദൈവവചനം പറയാണ്. അതുപോലെ ഒന്നാണ് ജീവിത വ്യഗ്രത. ആകുലപ്പെടുക, ഉത്കണ്ഠപ്പെടുക. എന്ത് ചെയ്യും? എങ്ങനെ പിള്ളേരെ വളർത്തും? ഇന്ന് വരെ പരിപാലിച്ചവൻ ഇനിയും പരിപാലിക്കണമെന്ന് നമ്മളോട് തന്നെ പറയും. ഇന്ന് വരെ പരിപാലിച്ചവൻ ഇനിയും നമ്മളെ പരിപാലിക്കും എന്ന് പറഞ്ഞ് സാത്താനെ ഓടിച്ചു വിടണം. അപ്പൊ മനസ്സ് ദുർബലമായാൽ സാത്താൻ മുതലെടുത്ത് പാപമോ അപകടമോ ദുർമരണമോ ഒക്കെ വിതയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫേസൂസ് 5:18 പറഞ്ഞേ. എഫേസൂസ് 5:18 നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിൽ പൂരിതരാകുവിൻ. വീഞ്ഞു കുടിച്ചാൽ പിറ്റേ ദിവസം ആ സമയമോ കുടിക്കാൻ തോന്നും. മദ്യത്തിന്റെ ഒരു സാത്താനിക സ്വാധീന ശക്തിയാണത്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. ലഹരിക്ക് അടിമപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ തൊടിച്ചു പുറത്താക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾക്ക്, മയക്കുമരുന്ന് അതുപോലെയുള്ളത് ഒന്നിനും അടിമയാകരുത്. അതിനെതിരായി പോരാടുന്ന ഒരു ആത്മീയത, മദ്യവാസനയുള്ള 50,000 പേരെ 50,000 പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി പോരാടുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശക്തി നമുക്കുണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് എപ്പോഴും കുടിക്കരുതെന്ന് പറയാതെ രഹസ്യമായി പോയിരുന്ന് സ്തുതിച്ച് ഇതുപോലെയുള്ള 50,000, 70,000, 90,000, 1,00,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് യേശുവിന്റെ പ്രേക്ഷിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാഭാവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. 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 ഹബക്കൂക്ക് 2:5 പറഞ്ഞേ. ഹബക്കൂക്ക് 2:5 വീഞ്ഞ് വഞ്ചന നിറഞ്ഞതാണ്. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഓടി ഒളിക്കണം. നമ്മുടെ കുടുംബം നശിപ്പിച്ചിട്ടേ സാത്താൻ പിന്മാറുകയുള്ളൂ. എന്നോട് പറഞ്ഞേ. വീഞ്ഞ് വഞ്ചന നിറഞ്ഞതാണ്. വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകം പേരെ നശിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 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 കുർബാനയ്ക്ക് വീഞ്ഞ് കുടിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. കുർബാനയ്ക്കുള്ള വീഞ്ഞ് ഇപ്പൊ കുടിക്കുന്നതിന്റെ ഇരട്ടി 4 ഇരട്ടി കുടിച്ചാലൊന്നും ലഹരി ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലഹരി ആയാൽ പരിശുദ്ധാത്മാവിനെ തൊഴിച്ച് പുറത്താക്കിയാണ് ചെയ്യുന്നത്. സാത്താനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ആ കളി തീക്കളിയാണ്, പരിശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന. അതുകൊണ്ട് പാപത്തോട് ഇങ്ങനെ പണ്ട് പാടുന്നത് ഓർക്കുന്നുണ്ട്. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. മരിക്കേണ്ട വന്നാലും പാപം ചെയ്യരുത്. കർത്താവ് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് തന്റെ ആത്മാവ് കൊണ്ട് നമ്മെ നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? അശുദ്ധാത്മാവ് കയറിക്കൂടും. പരിശുദ്ധാത്മാവ് നിറയാത്ത ശൂന്യതയിലേക്ക് സാത്താന്റെ ആത്മാവ് ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം, വെറുപ്പ്, വിദ്വേഷം, മരണഭയം, ഇങ്ങനെ ഒരുപാട് വിഷവിത്തുകൾ കുത്തിവെക്കും. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, അല്ലെങ്കിൽ ഉള്ള നേരത്തെ മരിച്ച് സ്വർഗത്തിലോട്ട് പോയേക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ
ഈശോ തന്റെ 33 കൊല്ലത്തെ ജീവിതത്തില് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്നറിയാവോ? ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്കും ചുറ്റുമുള്ള 10,000-കൾക്കും വേണ്ടി നിങ്ങൾ ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മകളെ പഠിപ്പിക്കാൻ വിട്ടിട്ടേ ഇപ്പം ഒരാന പിടിച്ചോണ്ട് വന്നിരുന്ന ഇതാ ഒരു പെണ്ണിന്റെ പുറകെ പോയി, ഒരു ചെറുക്കന്റെ പുറകെ പോയി, പഠിത്തവും നിർത്തി തലകുത്തി ഇതാ 17-14 തിരിച്ചു വരുന്നു. അതുണ്ടാകാതിരിക്കണമെങ്കിലേ എന്റെ മകൾ പഠിക്കുന്ന സ്ഥലം ചുറ്റുമുള്ള 10,000 പേരെ, 20,000 പേരെ, 50,000 പേരെ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചേക്കുക. എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ ബന്ധുക്കൾ ജോലി ചെയ്യുന്ന സ്ഥലം ചുറ്റുമുള്ള 10,000, 50,000 പേരെ. ഈ 50,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പനും അമ്മയും മരിക്കാറായി അവസതിയിൽ കഴിയുന്ന കാലത്ത് മലബാറിലാണ്, കോടഞ്ചേരിയിൽ. അപ്പോ ഒരു ദിവസം വൈകുന്നേരം പോയി രാത്രിയോടെ കിടന്ന കാലത്ത് തിരിച്ചു വരും. എപ്പോഴും അവരുടെ ഓർമ്മ മനസ്സിലുണ്ടാവും. കുട്ടിക്കാലത്ത് മലബാറിൽ കുടിയേറി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയതല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർത്തിയാണ് പട്ടിണി കൂടാതെ പഠിപ്പിച്ച് കയറ്റിവിട്ടത്. അവരുടെ ഓർമ്മ എപ്പോഴും മനസ്സിൽ വരും. അപ്പൊ അതോർത്ത് നിന്നാൽ പിന്നെ സുവിശേഷ വേല ചെയ്യാൻ സാധാരണ നല്ല പണിയാണ് സുവിശേഷ വേല തടസ്സപ്പെടുത്താൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അപ്പന്റെ അമ്മയുടെ ഓർമ്മ വരുമ്പോ ഇതുപോലെ ഒരു 50,000 മാതാപിതാക്കളെ അവർക്ക് പരിശുദ്ധാത്മാവുകൊണ്ട് നിറച്ചെന്ന് തിരുരക്തം കൊണ്ട് അവരെ കഴുകി നല്ല മരണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കേണ്ട, ഒരു 50,000-ത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാൻ. ഒരു വെടിക്ക് 2 പക്ഷി എന്നാ, ഇത് 50,000. പരിശുദ്ധാത്മാവിന് ഞാനൊന്ന് നോക്കിയേ, ഏതാവശ്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു 50,000 പേരെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. എത്ര കുശാലായി നോക്കിയേ. ഇങ്ങനെ മധ്യസ്ഥം വഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ മാത്രമല്ല വരദാനങ്ങൾ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജപമാല ചൊല്ലാറുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ശരിക്കൊന്ന് കൈപൊക്ക്. ജപമാല കൊന്തയല്ലാറുള്ളവര്. ഞാൻ കുറെ നാള് വീട്ടിൽ ജനിച്ച നാള് തൊട്ട് കൊന്ത ചെല്ലിട്ടില്ല. എന്തിനാ കൊന്ത ചെല്ലുന്ന അറിയാൻ പാടില്ലാതെ അപ്പനും അമ്മയും പറഞ്ഞു. പിന്നെ പള്ളിയിലുണ്ട്, ജപമാല ചെല്ലുന്നതിന്റെ ഉദ്ദേശം അറിയത്തില്ല. നേരം വെളുത്തപ്പോ അപ്പൻ മോനെ വിളിച്ചടാ നീ ഒന്ന് ചന്തയ്ക്ക് പോടാന്ന് പറഞ്ഞു. നല്ല അനുസരണമുള്ള ചെറുക്കൻ അധികാലത്തെ പല്ലും തേച്ച് ഉടുപ്പിട്ട് 4 മൈൽ നടന്ന പണ്ടത്തെ ഒരു കഥയാ. ചന്തയിൽ ചെന്നു. അന്നേരമാണ് അവൻ ഓർക്കുന്നത്, അപ്പനോട് ചോദിച്ചില്ല എന്തൊക്കെയാ മേടിക്കേണ്ടത്. പൊട്ട പോക്കായി എന്ന് പറഞ്ഞതുപോലെ പൊട്ട കൊന്തയല്ലുണ്ട് ഒരുപാട് പേർക്ക്. എന്തിനാ കൊന്തയല്ലെന്ന് അറിയാൻ പാടില്ലാതെ. ഞാൻ അതുകൊണ്ട് 3 കൊല്ലം കൊന്തയല്ല് നിർത്തിയൊരു കാലമുണ്ട്. 1993, 94, 95 കൊന്തയില്ലാതെ നടന്നു. എന്തിനിങ്ങനെ നന്മറിഞ്ഞറിഞ്ഞ് കൂട്ടണം? വല്ല വചനവും പറഞ്ഞാൽ പോരെ? വചനമല്ലേ കൂടുതൽ ശക്തി. ഒരു നന്മ നിറഞ്ഞ മറിയത്തിൽ 3 വചനമുണ്ടെന്ന് സാത്താൻ മറപ്പിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവവചനമാണോ? ആണോ? സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ബലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവവചനമാണോ? ആണ്. സുധാന മറിയമേ തമ്പുരാന്റെ അമ്മേ, എൻ്റെ കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്താണ് മറിയത്തെ വിളിച്ചത്. അത് വചനത്തിൽ എഴുതി വെച്ചു. ഈ 3 വചനവും ചേർത്ത് ഒരു നമസ്കാരം സഭയുണ്ടാക്കി. ഇതിന്റെ അവസാനത്തെ പ്രാർത്ഥന എന്താ? സുധാന മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ 700 കോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്നാ. ഞങ്ങള് 2 അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്, 2 പിള്ളേരും ഉണ്ട്. ഞങ്ങൾക്ക് കുശാലായിട്ട് ജീവിക്കണം, അതല്ല പ്രാർത്ഥനയുടെ വിഷയം. പാപികളായ 700 കോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ലോക സുവിശേഷീകരണ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോഴും ജപമാലയെ കുറിച്ച് പറയുമ്പോഴും എല്ലാം അത്ഭുത രോഗശാന്തി കർത്താവ് കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 3 കൊല്ലം ജപമാല ചൊല്ലാതെ ഇരുന്ന എന്നെ കർത്താവ് പ്രവചനം നൽകി
മെജുഗോറി എന്ന സ്ഥലത്തേക്ക് അയച്ചു. എന്നെ ഞങ്ങളുടെ ടീമിനെയും. പല സമയത്ത് കർത്താവ് പ്രവചനം നൽകി. മാതാവ് 1981 പ്രത്യക്ഷപ്പെട്ട യുഗോസ്ലോവിയ എന്ന പണ്ടത്തെ രാജ്യം, ഇപ്പൊ ബോസ്നിയ, ആ രാജ്യത്തിലെ മെജുഗോറിയിൽ പോകാൻ പറഞ്ഞു. അവിടെ ചെല്ലുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്ന സ്ഥലമാണ്. കൊന്ത ചെല്ലുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും എല്ലാം അവിടെ പോയി 3 ദിവസം തങ്ങി. അന്ന് കെട്ടിടങ്ങളൊന്നുമില്ല താമസിക്കാൻ. ഏതെങ്കിലും ഒരു വീടിന്റെ ഒരു മുറി വാടകയ്ക്ക് തരും. അവർ തന്നെ ഭക്ഷണം തരും. ചെറിയ തുകയെ വാങ്ങിക്കുള്ളൂ. അങ്ങനെ 96 പോകുന്നത്. ആ ഒരു താമസിക്കുന്ന വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോ ആരോ പ്രസംഗിക്കുന്ന സ്വരം കേട്ട് ഞാൻ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നോക്കി. എവിടുന്നാ ഈ പ്രസംഗം വരുന്നറിയാൻ. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജപമാലയെ കുറിച്ചുള്ള പ്രവചനമാണ്. ദൈവം സംസാരിക്കുന്നതാണ്. എന്താണ് ആ പ്രവചനത്തിൽ പറയുന്നത്? എന്താണ് മരിയൻ ജപമാല അല്ലെങ്കിൽ ജപമാല ഭക്തി? പ്രേയിങ് വിത്ത് മേരി, മാതാവിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ യോഗ്യതയാൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം. അതുവഴി പാപത്തിന്റെ മേൽ സാത്താന്റെ മേൽ വിജയം. എൻ്റെ പേര് പ്രീത. തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. എനിക്ക് 2 വർഷത്തിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ കുറേ നാളുകൊണ്ട്, ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് നേരെ കിടക്കാനോ ഇരിക്കാനോ കസേരയിൽ ഇരിക്കാൻ പോലും പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശരിക്ക് ഇന്നത്തെ പ്രാർത്ഥനയോടെ എനിക്ക് എൻ്റെ ശരീരത്തിലെ വേദന മൊത്തം വിട്ടുപോയതുപോലെ ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പേര് അബ്രാഹം. പാലയ്ക്കടുത്ത് രാമപുരത്തു നിന്ന് വരുന്നു. എൻ്റെ ഇവിടുത്തെ ഷോൾഡറിൻ്റെ തേയ്മാനം വേദന മാറി. ഈ അടിവയറ്റിലുണ്ടായിരുന്ന വേദനയും മാറി. 4 വർഷമായിട്ടുണ്ടായിരുന്നു. കൈ വേദന ഉണ്ടായിരുന്നു. ഞരമ്പിനൊക്കെ മരപ്പുണ്ടായിരുന്നു. അതെല്ലാം മാറി. എൻ്റെ പേര് എൽസമ്മ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. എനിക്ക് 25 വർഷമായി നടുവിന് വേദനയായിരുന്നു. കാലിനൊക്കെ നീരും. ഇവിടെ ഞാൻ ധ്യാനത്തിന് വരുമ്പോൾ തൃശ്ശൂർ വന്ന് ബസ് ഇറങ്ങുമ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് നിലത്ത് കാല് കുത്താൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. 2 കാല് നീര് വെച്ച് ഇപ്പം നട്ടലിന് വേദനയായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായി സുഖപ്പെട്ടു. 25 വർഷം പഴക്കമുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ